അപ്പോൾ താഴെ ഇരുന്നപ്പോൾ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടെറസിലോട്ടൊന്ന് കയറാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്. പിന്നെ നമ്മുടെ മുളക് ചെടിയിൽ കുറച്ചൊക്കെ മുളക് വന്നു തുടങ്ങി ഇപ്പോൾ കേട്ടോ. പിന്നെ മുമ്പൊക്കെ നമ്മൾ ഡെയിലി അല്ല, ആഴ്ചയ്ക്കൊക്കെ മുളക് വലിച്ചുകൊണ്ടിരുന്നു. ഇതാണ് നമ്മുടെ കറ്റാർ വാഴ കേട്ടോ. ഇത് ഒരു കുഞ്ഞായിട്ടുള്ളൂ, ഇപ്പോൾ ഇനി വലുതാവണുള്ളൂ. ഇതിൻ്റെ അമ്മ, അതായത് അതിൻ്റെ ഇന്ന് പറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ വെച്ചത്. അപ്പോൾ അത് പട്ടിക്കുട്ടികൾ മേടിച്ചോടെ, അതായത് വന്നതോടെ മൊത്തം പോയി. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതായിരുന്നു. നല്ല ചന്തയായിരുന്നു കേട്ടോ കാണാൻ, നല്ല വലുതായിരുന്നു. ഇപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കാറ്റ് ഇവിടുത്തെ. എന്നൊക്കെ പറഞ്ഞാൽ ടെറസ് തന്നെയാണ് കേട്ടോ. അതിൽ വേറെ ഒന്നും മാറ്റം ഉണ്ടാവില്ല. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മുല്ലമുട്ട്. ഇതിലത്രയൊന്നും വരാറില്ല. 1, 2, 3 അങ്ങനെയൊക്കെ നമുക്ക് ഒരു ചന്തത്തിനൊക്കെ വയ്ക്കാം. പിന്നെ ഞാൻ ഇന്ന് 2 മുളക് പറിക്കുന്നുണ്ട് കേട്ടോ. മുളകിനൊക്കെ അത്യാവശ്യം ഇരുവൊക്കെയുണ്ട്. നല്ല മുളകൊക്കെയാണ്. നമുക്ക് നമ്മുടെ ഈ മണ്ണൊക്കെ ഡ്രൈ ആവുന്ന സമയത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. വേരൊക്കെ ഉണ്ടോയെന്ന് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നതുകൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എല്ലാം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നമുക്കൊരു സങ്കടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഡ്രൈ ആവുന്ന സമയത്തേക്കും കൂടുതലും വെള്ളം ഒഴിച്ച് കൊടുക്കില്ല. നമ്മൾ ഒഴിച്ച് കൊടുക്കാറുണ്ട്, എങ്കിലും സോയിൽ നല്ലോണം ഡ്രൈ ആയി തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ശാഖകളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന കാണുമ്പോൾ നല്ല ചന്തമാണ്. പിന്നെ ഒരു കുഞ്ഞു മുളക് കണ്ടിട്ട് നല്ല ക്യൂട്ടൊക്കെ കുഞ്ഞത് കുറച്ച് ചെറുത്തുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ നമ്മുടെ ഈ മണ്ണിൻ്റെ മേലെ കുറച്ച് ചെറിയ ചെറിയ ചെടികൾ കാണാം. അതൊക്കെ ഞാൻ പറിച്ചു കൊടുക്കും. കാരണം ചെറിയ പേടി, ഇതിൻ്റെ ഗ്രോത്ത് അത് ബാധിക്കുമെന്ന് അറിയില്ലല്ലോ. പിന്നെ നമ്മുടെ കറ്റാർവാഴയിലായിരുന്നു വലിയ വലിയ ചെടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പറിച്ച് താഴെയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കൊണ്ട് കളയണം. വേറെ എല്ലാ ചെടീൻ്റെയും ഇതിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കാണാറ്. മൊത്തം എക്സ്ട്രാ കറ്റാർവാഴയെക്കാട്ടിലും കൂടുതൽ വേറെ ചെടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ടപ്പം പിന്നെ നമ്മുടെ ചക്ക കണ്ടത്. ഇവിടെ പിന്നെ മൊത്തം ചക്കയാണ്. ഇത് കറി വെക്കുന്നത്.